മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ മാക്സിമം ഹൈറ്റ് റീച്ച്ഡിൻ്റെ ഇക്വേഷനാണ്. മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ. ഇങ്ങനെ പോയിട്ട്, അതായത് ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് പോയി, ഗ്രൗണ്ടിൽ നിന്ന് പോയി തിരിച്ച് ഈ ഹൊറിസോണ്ടൽ സർഫസിൽ വരുന്ന ഇതിന് പറയുന്ന ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റൈൽ മോഷൻ എന്താണ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താണെന്നുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇത് മാക്സിമം ഹൈറ്റ് കാണണം. ഈ ഹൈറ്റാണ് മാക്സിമം ഹൈറ്റ്. ഈ പോയിന്റ്, അതായത് ഇവിടെ വരുന്ന പോയിന്റ്, നമുക്കതിന് എ എന്ന് പറഞ്ഞെടുക്കാം. ഇത് എ, ഇത് ഒ. ഇതിനകത്ത് എന്താണ്, ഇതാണ് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ്. ഈ യു എന്ന് പറയുന്നത് ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, ഇത് വെർട്ടിക്കൽ ആക്സിസ്. ഇതിനകത്ത് ഹൈറ്റ് എച്ച് കാണണമെങ്കിൽ ആദ്യം എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, എന്താണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ അറിയണം. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് പറയാം. ഇതാണ് യു, ഇനിഷ്യൽ വെലോസിറ്റി യു. തീറ്റ മേക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്. തീറ്റ മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസാണ്. അത് എപ്പോഴും കോസ് കമ്പോണൻ്റ് ആയിരിക്കും, യു കോസ് തീറ്റ. തീറ്റ മേക്ക് ചെയ്യാത്തത് ആണ് വെർട്ടിക്കൽ ആക്സിസ്, അതെപ്പോഴും സൈൻ കമ്പോണൻ്റ് ആയിരിക്കും, യു സൈൻ തീറ്റ. പിടി കിട്ടിയല്ലോ. ഇനി ഇങ്ങനെ ഒരെണ്ണം കിടക്കുന്നു, എഫ്. തീറ്റ മേക്ക് ചെയ്യുന്നത് വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്താലും അത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. തീറ്റ മേക്ക് ചെയ്യുന്ന ആക്സിസ് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. അന്നേരം ഇവിടെ നമുക്ക് ഇതിൻ്റെ തീറ്റ മേക്ക് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റ. തീറ്റ മേക്ക് ചെയ്യാത്തത് ആണ് വൈ ആക്സിസ്, അത് യു സൈൻ തീറ്റ. ഇത്രയും പിടി കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഈ പ്രൊജക്റ്റൈൽ മോഷൻ പോകുമ്പം ഇങ്ങനെയാണ് പോകുന്നത്. ഏതൊരു പോയിന്റിലും ഒരു യു കോസ് തീറ്റ ഉണ്ട്, അതുപോലെ യു സൈൻ തീറ്റ ഉണ്ട്. ഈ പോയിന്റ് എടുത്താലും ഇത് താഴോട്ട് വരുമ്പം ഇവിടെ യു സൈൻ തീറ്റ, ഇങ്ങോട്ട് യു കോസ് തീറ്റ. ഈ ഒരു കേസിൽ മാക്സിമം ഹൈറ്റ് ഇതാണ് പോയിന്റ്. ഇവിടെ യു കോസ് തീറ്റ ഉണ്ട്, ഒരു തർക്കവുമില്ല. അതായത് ഇങ്ങനെ പോകുന്ന ബോഡി ഇവിടെ എത്തുമ്പോൾ ഒരു നിമിഷം ഗ്രൗണ്ടിന് പാരലാവും. തീറ്റ എന്ന് പറയുന്നത് ആ മാക്സിമം ഹൈറ്റിൽ തീറ്റ 0 ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് 0, കോസ് 0 എന്ന് പറയുന്നത് 1, സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്, 0. അന്നേരം ഇവിടെ ആംഗിൾ തീറ്റ 0 ആയതുകൊണ്ട് യു സൈൻ തീറ്റ എന്ന് പറയുന്ന കോമ്പോണൻറ്റ് 0 ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഹൈറ്റിൽ യു സൈൻ തീറ്റ എന്ന് പറയുന്ന കോമ്പണൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. യു കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. യു കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ 5 ആണെങ്കിൽ ത്രൂ ഔട്ട് എത്ര തന്നെ ആയിരിക്കും, 5 തന്നെ ആയിരിക്കും. യു സൈൻ തീറ്റയാണ് വേരി ചെയ്ത് വരുന്നത്. ഇതിനകത്ത് യു സൈൻ തീറ്റ മാറാനുള്ള റീസൺ, അതായത് ഈ പ്രൊജക്റ്റൈലിന് ഈ ഷേപ്പ് തരാനുള്ള കാരണം ഗ്രാവിറ്റിയാണ്, ജി. ഈ ബോഡിയെ താഴോട്ട് വലിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ബോഡി ഇങ്ങനെ അങ്ങ് പോരാനെ, പക്ഷെ ഗ്രാവിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഈ ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് യു സൈൻ തീറ്റയെ എപ്പോഴും ബാധിക്കുന്ന ഒരു ഘടകമാണ് ഗ്രാവിറ്റി. ഇവിടെ ഗ്രാവിറ്റി എടുക്കുമ്പം ഒരു വസ്തു മേളിലോട്ട് എറിയുന്നെന്ന് വെക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട്, കേസ് 1 മേളിലോട്ട് എറിഞ്ഞ് ഇവിടെ എത്തിയെന്നിരിക്കട്ടെ. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി താഴോട്ടാണ്.
ഗ്രാവിറ്റിക്ക് എതിരെ എറിഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ എന്ന് പറയുന്നത് -g. മേളിൽ നിന്ന് താഴോട്ട് വന്നിരിക്കട്ടെ, ഗ്രാവിറ്റി g താഴോട്ടാണ്, കേസ് 2. ബോഡിയും വന്നത് ഗ്രാവിറ്റിക്ക് അനുകൂലമായിട്ടാണ്, അതുകൊണ്ട് a+g. ഇങ്ങനെ എറിയുന്നെന്ന് കേട്ടെ, ഇങ്ങനെ എറിഞ്ഞ് മേളിലോട്ട് പോയി പിന്നാണ് താഴോട്ട് വന്നത്. ഇത് ത്രൂ ഔട്ട് എടുക്കുമ്പം എ എന്ന് പറയുന്നത് ആദ്യം മേളിലോട്ടാണല്ലോ എറിഞ്ഞത്, -g. കേസ് 3. ഇതുപോലെ തന്നെയാണ് ഈ കേസ്. എ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആദ്യം മേളിലോട്ട് എറിഞ്ഞ് പിന്നെ താഴോട്ട് പോയി. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ എന്ന് പറയുന്നത് ഇതിനകത്ത് -g ആണ്. v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് എല്ലാം വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുക്കാവുള്ളൂ. അതായത് ഈ ഒരു പോയിൻ്റ് മാക്സിമം ഹൈറ്റ് ഇതാണല്ലോ h. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് y ആക്സിസിലോട്ട് ഇങ്ങോട്ട് പിടിക്കുമ്പം ഇതിനെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയ s എന്നെടുക്കാം. s എന്ന് പറയുന്നത് ഈ ഹൈറ്റിന് തുല്യമായതുകൊണ്ട് s = എന്തായി, h ആയി. ഇത് ഓർക്കണം. അടുത്ത സ്റ്റെപ്പ്, ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി. ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. ഇവിടെ എന്താണ്, u sin θ. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി ഇവിടുന്ന് ഇവിടം വരെ എടുക്കത്തുള്ളൂ. O മുതൽ A വരെയുള്ള കേസാണ്. വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. നമ്മൾ പറഞ്ഞു u sin θ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. പക്ഷേ അവിടെ എന്തുണ്ട്, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, u cos θ. പക്ഷേ നമുക്ക് ഈ കേസിലെല്ലാം എടുക്കുന്നത് വെർട്ടിക്കൽ ആയതുകൊണ്ട് u sin θ എന്ന് പറയുന്നത് ഇല്ല, അതുകൊണ്ട് 0 ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി a നമ്മൾ പറഞ്ഞു മേളിലോട്ട് എറിയുന്നതുകൊണ്ട് a-g. ഇതെല്ലാം കൂടി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു കേസും കൂടിയുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. s = h ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനൽ വെലോസിറ്റിയാണ് v, 0² 0 = u². ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി u sin θ (2) പ്ലസ് 2 × a, എയുടെ സ്ഥാനത്ത് -g, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇൻറ്റു എസിൻ്റെ സ്ഥാനത്ത് h. അടുത്ത സ്റ്റെപ്പ് 0 = u² sin² θ പ്ലസ് ഇൻറ്റു -2gh. ഈ മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുമ്പം 2gh = u² sin² θ. അടുത്ത സ്റ്റെപ്പ് ഹൈറ്റ് h = u² sin² θ/2g. മാക്സിമം ഹൈറ്റ് റീച്ച്ഡിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇവിടെ എഴുതണം, മാക്സിമം ഹൈറ്റ് h = u² sin² θ/2g. ഒന്നും കൂടി പറയാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഹൈറ്റ്, ഈ ഹൈറ്റാണ് കാണേണ്ടത്. അതാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഏത് ഇക്വേഷനാണ് ഇടേണ്ടത്, v² = u² + 2as വെച്ചാണ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് h കാണുന്നത്. ഇതിനകത്ത് എടുക്കേണ്ടത് എല്ലാം ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി, ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി. ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട് u sin θ, ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല u sin θ. റീസൺ എന്താ, ഇത് പാരലായിട്ട് കിടക്കുന്നത്. പാരലായിട്ട് വരുമ്പം θ 0 ആവും, നേരെ sin 0 0 ആണ്. എന്നിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തുകൊണ്ട് a = -g എടുത്തു, ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് പോകുന്നത്, ഈ ഒരു പോർഷൻ എടുക്കുന്നത്, അതുകൊണ്ട് -g. ഇതെല്ലാം കൂടി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനകത്തുനിന്ന് h കണ്ടെത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.